ഹായ്, വെൽക്കം ബാക്ക് ടു ടെൻ ടു ലേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ NMMS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ ടു ലേൻ്റെ NMMSൻ്റെ ക്ലാസ്സാണ്. NMMS ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയാണ്. മെൻ്റൽ എബിലിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മെൻ്റൽ എബിലിറ്റിയിൽ എത്രയാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്, മാറ്റിൽ എത്രയാണ് സ്കോർ ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ലയോ കണക്കാക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മെൻ്റൽ എബിലിറ്റിയിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് മെൻ്റൽ എബിലിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാം. ഗൂഗിൾ ചെയ്താൽ ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ടെൻ ടു ലേൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, NMMS ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 2022 NMMS മാറ്റ് മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, എങ്ങനെയാണ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു തവണ വന്ന ക്വസ്റ്റ്യൻ എന്തായാലും NMMSന് വരില്ല, അത് ഉറപ്പാണ്. പക്ഷേ ആ ഒരു ഫോർമാറ്റിലായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോർമാറ്റ് പഠിച്ചിരിക്കുക മെൻ്റൽ എബിലിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ്. അപ്പോൾ പുറകിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ എന്ത് കാണാം, ക്വസ്റ്റ്യൻ കാണാം. നമ്മൾ NMMS 2022 മാറ്റിൻ്റെ സി സീരീസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ 61 മുതൽ 65 വരെയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കോഡിങ് ആൻഡ് ഡീകോഡിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പരിചയിച്ചിട്ടുള്ള കോഡിങ് പോലെയല്ല ഇത്. ഡയറക്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇൻ സെർട്ടൻ കോഡ് ഭാഷയിൽ 123 means it is green, 3 frog is jumping, then 356 means is jumping good, then 728 green pet parrot, then 637 parrot is good. ഇങ്ങനെയാണ് കോഡ് ഭാഷയിൽ ഇത് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, താഴെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യന് സോൾവ് ചെയ്യുക. അപ്പോൾ ചിലതൊക്കെ പെട്ടെന്ന്, അതായത് ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഈസി സോൾവ് ചെയ്യും, ചിലത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതത് ആദ്യം ഡീകോഡ് ചെയ്താൽ, ആദ്യം നമ്മൾ ഇതൊന്ന് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഓരോ ക്വസ്റ്റ്യനും പോയിട്ട് ഓരോന്ന് നോക്കി വരുമ്പോഴേക്കും കുറേ സമയം നമ്മൾ നഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മുടെ എക്സാമിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അത്തരത്തിൽ ചെയ്യരുത്. ആദ്യം തന്നെ കിട്ടിയത് എന്ത് ചെയ്യാം, ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള പരിപാടികൾ. ആദ്യം ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീകോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇറ്റ് ഈസ് ഗ്രീൻ എന്നുള്ളതും ഗോഡ് ഈസ് ജമ്പിങ്, ഇതിൽ കോമൺ ആയിട്ടുള്ള വാക്കുണ്ട്. ഏതാണ്? ഈസ് എന്നുള്ള വാക്ക് രണ്ടിലും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ആ തന്നിട്ടുള്ള 1 2 3 3 4 5 ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാണ്? നമ്പർ 3 ആണ്. അപ്പോൾ നമ്പർ 3 ഈസ് എന്നുള്ളത് ഉറപ്പിക്കാമല്ലോ. നമ്പർ 3 എന്നുള്ളത് ഈസ് ആണ് എന്നുള്ളത്. ദെൻ അടുത്തതിലേക്ക് നോക്കാം, ഈസ് ജമ്പിങ് ഗുഡ്, അതിലും 3 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 നമുക്ക് കൺഫേം ചെയ്യാം. 3 ഡിനോട്ട് ടു ഏതാണ്, ഈസ് ആണ് എന്നുള്ളത്. ദെൻ ജമ്പിങ് ആണ് പിന്നീട് അതിലുള്ളത്. ഈസ് പോയി, ദെൻ ജമ്പിങ് ഈസ് ജമ്പിങ് ഗുഡ് എന്നുള്ളതും ജമ്പിങ് എന്നുള്ളതിനെ നമുക്കറിയാം. ജമ്പിങ് 3 ഈസ് പോയി. ഓക്കെ, ദെൻ ഡോഗ് ഈസ് ജമ്പിങ് ഗുഡ് എന്നുള്ളതിലും മറ്റുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 എന്നുള്ളത് ജമ്പിങ് ആയി. ഓക്കെ, ജമ്പിങ് ആയി. ഇത് രണ്ടും കിട്ടിയാൽ തന്നെ ഡോഗിൻ്റെ, ഓക്കെ, അപ്പോൾ 3ഉം 5ഉം കിട്ടി. ഡോഗ് ഈസ് ജമ്പിങ് എന്നുള്ളതിൽ ഈസും ജമ്പിങ്ങും കിട്ടിയാൽ ഡോഗിൻ്റെ നമുക്ക് ഉറപ്പിക്കാം. ഡോഗിൻ്റെ എത്രയാണ്? 4 ആണ്. 4 ഡോഗ് ആണ് എന്നുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോന്ന് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് 3 4 5 കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തതിലേക്ക് പോകാം. ഗ്രീൻ പാരറ്റും പാരറ്റ് ഈസ് ഗുഡും.
ഓക്കെ, ഇതിൽ കോമൺ ആയിട്ടുള്ളത് നമുക്കറിയാം പാരറ്റ് എന്നുള്ളത് കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, പാരറ്റുള്ളത് കോമൺ ആയിട്ടുള്ള. അപ്പോൾ ഈ 728-ലും 637-ലും കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 7 ആണ്. അപ്പോൾ 7 എന്തായാലും നമുക്ക് ഉറപ്പിക്കാം ഇത് പാരറ്റ് ആണ്. ഓക്കെ, പാരറ്റ് ആണ്. ദെൻ പാരറ്റ് ഈസ് ഗുഡ്. പാരറ്റ് ഓൾറെഡി നമുക്ക് 7 കിട്ടി. ഈസ് എന്നുള്ളത് നമുക്ക് 3 ആണ് അറിയാം. അപ്പോൾ പാരറ്റ് ഈസ് ഗുഡ് എന്നുള്ളത് നമുക്ക് അതിൽ ഗുഡിൻ്റെത് നമുക്ക് ഉറപ്പിക്കാം ഏതാണ്? ഗുഡ്. 6 ഈസ് ഈക്വൽ ടു ഗുഡ്. ഓക്കെ, ഗുഡ് എന്നുള്ളത് ഇതാണ്. ഓക്കെ, ഇത് നമുക്ക് ജമ്പിങ്ങിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റത്തിൽ പോയാൽ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് ഗ്രീൻ എന്നുള്ളത് കിട്ടും. ഇറ്റ് ഈസ് ഗ്രീൻ ഫസ്റ്റത്തിൽ നിങ്ങൾ കണ്ടല്ലോ, ഇറ്റ് ഈസ് ഗ്രീൻ. അതുപോലെ തന്നെ ഗ്രീൻ ഉള്ളതും നോക്കിയാൽ നിങ്ങൾക്ക് 1 2 3 അല്ലേ, ഈസ് 3 ആണ്. ഗ്രീനിലും അതുപോലെ തന്നെ ഗ്രീൻ പെറ്റ് പാരറ്റിലും അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഗ്രീനിലും കോമൺ ആയിട്ടുള്ള മറ്റൊരു നമ്പർ 2 ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം 2 എന്നുള്ളത് എന്താണ്? ഗ്രീൻ ആണ് എന്നുള്ളത് ഉറപ്പിക്കാം. 2 എന്നുള്ളത് ഗ്രീൻ ആണ് എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പോൾ ദെൻ ഗുഡ് ഈസ് പാരറ്റ്, ഗ്രീൻ പെറ്റ് പാരറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു സെറ്റ് കിട്ടി. ഓക്കെ, സെറ്റ് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് 7 2 കിട്ടി. 8 എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. 8 എന്നുള്ളത് എന്തായിരിക്കും? 8 ഉള്ളത് പെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീകോഡ് ചെയ്താൽ ഒറ്റയടിക്ക് ആ 5 ക്വസ്റ്റ്യന് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നേരിട്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. വാട്ട് ഈസ് ദ കോഡ് ഓഫ് ഈസ്? ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈസ് 3 ആണ്. എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. ദെൻ ഗുഡ് പാരറ്റ് ഈസ് ജമ്പിങ്. ഗുഡ് പാരറ്റ്, ഗുഡിന് ഉള്ളത് എത്രയാണ്? 6. ദെൻ പാരറ്റിനുള്ളത് എത്രയാണ്? 7. ഇത് രണ്ടും കിട്ടിയാൽ തന്നെ 7ഉം 6ഉം വരുന്ന ഓപ്ഷനുകൾ നോക്കുക, എന്നിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. ദെൻ ജമ്പിങ്ങിന് എത്രയാണ്? 5. അപ്പോൾ 6 7 5, അതായത് 7 5 6 ആയതും മതി. അതാണ് ആൻസർ. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇത് ഡീകോഡ് ഫസ്റ്റ് ടൈം തന്നെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ എത്തുന്നത്. അല്ലെങ്കിൽ ഒരു തവണ നമ്മൾ ചെയ്യുന്നു, വീണ്ടും നമ്മളത് എന്ത് ചെയ്യും, ഓരോ ലൈനും ഡീകോഡ് ചെയ്യാൻ നോക്കുന്നു, വീണ്ടും ആൻസർ ചെയ്യാൻ നോക്കുന്നു, ഇഷ്ടം പോലെ സമയം വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇതിന്. ദെൻ ഗ്രീനിൻ്റെ കോഡ് എത്ര? ഗ്രീനിൻ്റെ കോഡ് 2 ആണ്. നമ്മൾ ഡീകോഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയതാണ് ഗ്രീൻ ഈസ് 2 ആണ്. ദെൻ അടുത്തത് ഏതാണ്? അടുത്തത് ഡോഗിൻ്റെ കോഡ് എത്ര? 4. ഡോഗിൻ്റെ കോഡ് എത്രയാണ്? 4. ഓക്കെ, 4. ദെൻ ഏറ്റവും ലാസ്റ്റ് പെറ്റിൻ്റെ കോഡ് എത്ര? പെറ്റിൻ്റെ കോഡാണ് 8. ഓക്കെ, പെറ്റിൻ്റെ കോഡ് എത്രയാണ്? നമ്മൾ ഡീകോഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 8. അപ്പോൾ ഇത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിൽ ഡീകോഡ് ചെയ്താൽ ഒരു 3 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരിക്കലും ഇതിൽ സ്റ്റക്കായി നിന്ന് പോകരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. 1 2 എണ്ണം ആദ്യത്തെ 2 സെൻറ്റൻസ് തമ്മിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന വേർഡുകൾ ഡീകോഡ് ചെയ്യുക. ദെൻ അടുത്ത 2 സെൻറ്റൻസുകൾ ഡീകോഡ് ചെയ്യുക. അതിലുള്ള കോമൺ വേർഡുകൾ ഡീകോഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് NMMSന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ഇതിൽ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ വേറെ വെറൈറ്റിയാണ്. കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ നമ്മൾ പല വെറൈറ്റീസും പഠിച്ചിട്ടുണ്ട്. അതിലൊരു വെറൈറ്റീസാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ തന്നിട്ട് അതിന് ഓരോ വേർഡിനും ഓരോ നമ്പർ കൊടുത്ത് അത് ഡീകോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ടേൺ ടു ലേൺ NMMS എന്നുള്ള ചാനലും ടേൺ ടു ലേൺ എന്നുള്ള മെയിൻ ചാനലും NMMSുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. NMMS പരീക്ഷ എത്തുന്ന വിദ്യാർത്ഥികളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക. താങ്ക് യു.